എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ഗാർലിക് പ്രോൺസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് നല്ലൊരു സ്റ്റാർട്ടർ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ പ്രോൺസാണ് എടുത്തത്. ഈ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പാണ് 1/2 കിലോ എന്ന് പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. 1 ടീസ്പൂൺ നിറയെ റെഡ് ചില്ലി സോസാണ് ഇപ്പോൾ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ തന്നെയാണ് കോൺഫ്ലവറും ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുത്താലും മതി. ഒരു 10 മിനിറ്റ് ഞാനിത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പ്രോൺസ് ചേർത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 2 വശവും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. സാധാരണ നമ്മൾ ചെമ്മീനൊക്കെ വറുത്തെടുക്കുന്നത് പോലെ ഒരുപാടങ്ങ് മൊരിച്ചൊന്നും എടുക്കണ്ട. ഈ ഒരു പാകത്തിന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ അടുത്തതും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റാർട്ടർ റെസിപ്പിയാണിത്. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ പ്രോൺസ് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ പ്രോൺസ് വറുത്തെടുത്ത എണ്ണയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ ഒരു കടായിലേക്ക് എടുത്ത് ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്തത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഏകദേശം 3 ടേബിൾ സ്പൂണോളം സവാള ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർക്കണം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ചേർത്തത്. ഇത് ഒരുപാട് സമയമൊന്നും വഴറ്റുകയൊന്നും വേണ്ട. തീ കൂട്ടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ ഡാർക്ക് സോയാ സോസും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പുമാണ് ഞാൻ ചേർത്തത്. 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലവർ മിക്സാണ്. 2 ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് ഇപ്പോൾ ചേർക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്തെടുത്ത് വെച്ചിരുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഈ പ്രോൺസ് ചേർത്ത ഉടനെ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള ചില്ലി ഗാർലിക് പ്രോൺസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ഗാർലിക് പ്രോൺസ് ഇവിടെ റെഡിയാകും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പികളൊക്കെ ഇഷ്ടമാവുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്